യെസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൽ ഐ, ഷൽ ഐ, കെൻ ഐ, മേ ഐ, ഇങ്ങനെ ഡിഫറെൻ്റ് ഓക്സിലറീസ് ചേർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴുള്ള ആ ഒരു ഭാവവ്യത്യാസം, അർത്ഥത്തിലുള്ള വ്യത്യാസം, ടോണിലുള്ള വ്യത്യാസം, എബവ് ഓൾ നമുക്ക് ആ ഒരു ഇൻറ്റൻഷനിലുള്ള വ്യത്യാസം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ബേസിക്കലി നമുക്ക് മോഡൽസിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഇൻറ്റൻഷൻ മനസ്സിലാകും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം മേ ഐ ക്വസ്റ്റ്യൻ. നമുക്ക് ഒഫീഷ്യൽ വേ ഓഫ് ആസ്കിങ് പെർമിഷനാണ് മേ ഐ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാം. ടീച്ചർ മേ ഐ കമിൻ എന്ന് നമ്മൾ ടീച്ചർമാരോട് എസ്പെഷ്യലി ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് നമ്മൾ മേ ഐ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് അറിയണം വെദർ ദേ അലോ അസ് ദ പെർമിഷൻ ടു ഡു ദാറ്റ്. അപ്പം നമ്മൾ ചോദിക്കുന്ന വ്യക്തി നമുക്ക് പെർമിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആ കാര്യം ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കണം? മേ ഐ എന്ന് തന്നെ ഉപയോഗിക്കണം. കെൻ ഐ ഡു ദിസ്, കെൻ ഐ ഗോ നൗ, ഇങ്ങനെ ചില സിറ്റുവേഷനിൽ നമ്മൾ ക്യാൻ ഐ ചേർക്കും. കാരണം നമ്മൾ ആ ഒരു അവസരത്തിൽ നമുക്കറിയാം നമുക്കത് ചെയ്യാം, പക്ഷേ എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലിസണറിനോട് ചോദിക്കണം. ഓക്കെ, ചെയ്യാമോ, എനിക്ക് ചെയ്യാമോ, ഇതാണ് കറക്റ്റ് മലയാളം. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഷൽ ഐ ആണ്. ഷാൽ ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു സജഷൻ നമ്മൾ ലിസണറിനോട്, നമ്മൾ ആരോടാണ് ചോദിക്കുന്നത് അവരോട് പറയുകയാണ്. അപ്പം ഷാൽ ഐ ഗോ നൗ എന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോട്ടെ എന്നുള്ളതാണ്. കാരണം എനിക്ക് ആ ഒരു സജഷനാണ്, എനിക്കിപ്പോൾ പോകണം എന്നുള്ള ഒരു സജഷനാണ് എനിക്കുള്ളത്. അത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഷാൽ ഐ ഗോ നൗ. അപ്പം മേ ഐ എന്ന് ചോദിക്കുമ്പോൾ വി ആർ കംപ്ലീറ്റ്ലി ആസ്കിങ് പെർമിഷൻ. ക്യാൻ ഐ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഞാൻ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യാമോ. ഷാൽ ഐ എന്ന് ചോദിക്കുമ്പോൾ സജഷനാണ്. ഓക്കെ, ഇനി വിൽ ഐ എന്ന് ചോദിക്കും. വിൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലാണ്. വിൽ ഐ ഗോ നൗ, ഞാൻ ഇപ്പോൾ പോവോ എന്നുള്ള അർത്ഥത്തിൽ, ഞാനിപ്പോൾ ചെയ്യൂ എന്നുള്ള ടോണിലാണ് നമ്മൾ വിൽ ഐ പറയുന്നത്. ഷാൽ ഐ. ഇനി ഞാൻ കറക്റ്റ് ആ ടോൺ ഡിഫറൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിൽ ഐ ഗോ നൗ അല്ല ഗോ നൗ, ഞാനിപ്പോൾ പോകാമോ പൊക്കോട്ടെ, ആ ഉള്ള ഡിഫറൻസിൽ ഞാൻ പറഞ്ഞുതരാം. വിൽ ഐ ഗോ നൗ, ക്യാൻ ഐ ഗോ നൗ, ഷൽ ഐ ഗോ നൗ, മേ ഐ ഗോ നൗ, ഇങ്ങനെ. ഇതാണ് ആ ടോൺ ഡിഫറൻസ്. നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ കീപ് ലേണിംഗ് ഇംഗ്ലീഷ് വിത്ത് യു. ടാറ്റ.